ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ബെല്ലാവിറ്റ മൂഡ് കളക്ഷൻ ആൽഫ ഫോർ മെൻ എന്ന പെർഫ്യൂമാണ്. ഇത് മൂഡ് കളക്ഷൻ എന്നും പറഞ്ഞിട്ട് ബെല്ലാവിറ്റ ഈ അടുത്ത കാലത്തായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സീരീസ് ആണ്. അപ്പൊ ഇതിൽ ഒരു പെർഫ്യൂം ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ലാസ്റ്റ് മന്തിൽ വാങ്ങിച്ച പെർഫ്യൂംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തപ്പോൾ. സോ ഇത് ആ പെർഫ്യൂം അല്ല, ഇത് അതിന്റെ ശേഷം ഞാൻ വാങ്ങിച്ച വേറൊരു പെർഫ്യൂമാണ്. ഓക്കെ, സോ ഇത് 15 ml ആണ്. അതിങ്ങനെ വലിച്ച് തുറക്കുന്നതാണ്. 299 ആണ് MRP, ബട്ട് 200 റുപ്പീസിന് 199 ആ ഒരു പ്രൈസിന് നമുക്കിത് മിന്ത്രന്ന് വാങ്ങിക്കാൻ കിട്ടും. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് പർച്ചേസ് ലിങ്ക് താഴെ കൊടുക്കാത്തെന്നുള്ളത്. ഞാൻ ഇതുപോലെ സിംഗിൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യാമെന്നാണ് പറയാറുള്ളത്. മറ്റത് ഞാൻ ഓരോന്നും ഇത് ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് എവിടെന്നാ വാങ്ങിച്ചതൊക്കെ റെഫർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മറ്റത് ഓർമ്മ ഉണ്ടാവില്ല ഒന്നിച്ച് ചെയ്ത് പോകുമ്പോൾ. ഓക്കെ, അതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിൽ വരുന്നത്. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ 15 ml കാണുന്ന ആ ഒരു ടൈപ്പ്, പിന്നെ ബർഗമോട്ട് ബ്യൂട്ടിയിലൊക്കെ കാണുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ ഇത് ഞാനിത് പലപ്പോഴായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പൊ ഈ പെർഫ്യൂം ഇത് ഞാൻ വെറുതെ വാങ്ങിച്ചതാണ്. പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. ഇങ്ങനെ ഇത്തരം പെർഫ്യൂംസ് പുതിയത് എന്തെങ്കിലും കാണുമ്പോൾ ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കും. പിന്നീട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിന്നീട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല, എവിടെയെങ്കിലും വെക്കും, എയർ ഫ്രഷ്നറോ മറ്റുള്ളതൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് പോകും. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് പക്ഷേ ഈ പെർഫ്യൂം ഞാൻ ഓർഡർ ചെയ്തു, സാധനം കയ്യിൽ കിട്ടി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കി. ഇതേപോലെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ കയ്യിലാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിലൊരു ഫ്രഷ്നെസ് ആണ് ഉള്ളത്. ഒരു ടിപ്പിക്കൽ ഒരു ഫ്രഷ്നെസ്, ഒരു എന്താ പറയാ, ഒരു ലെമൺ, ബർഗമോട്ട് ഇങ്ങനത്തെ ഒരു ഫ്രഷ്നെസ്. അപ്പൊ ഞാൻ കരുതി ഇത് എന്ത് പെർഫ്യൂമാണത്, ഇങ്ങനെ ജസ്റ്റ് ഒരു ഫ്രഷ്നെസ് മാത്രമുള്ള ഒരു ഫ്രാഗ്രൻസ് എന്നൊക്കെ കരുതി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ, ഐ തിങ്ക് ഒരു 30 minutes ഒക്കെ കഴിഞ്ഞപ്പോ, പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ടേൺ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ലൂയി വിത്തോന്റെ ഇമാജിനേഷൻ പെർഫ്യൂമിന്റെ ഒരു വൈബ് എനിക്ക് എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണത്, റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഇമാജിനേഷൻ. അപ്പൊ ഞാൻ കരുതി ഇനിയിപ്പോ ഞാൻ യൂസ് ചെയ്തതിന്റെ അങ്ങനെ ഫ്രാഗ്രൻസ് ആണോ അങ്ങനെയാണോ എന്നൊക്കെ ഉള്ള. അപ്പൊ പക്ഷെ നോക്കുമ്പോൾ അതല്ല, അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ളതല്ല. എൻ്റെ അടുത്തുള്ളത് ആ ഒരു പക്ക ഫ്രാഗ്രൻസ് ആണ്. ഒരു വളരെ സിമിലർ ആയിരുന്നു നമ്മളെ എഡ്സെൻസിന്റെ ഇമാജിൻ ആണ്. അതാണ് ഞാൻ മോസ്റ്റ്ലി അങ്ങനെ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അത് ജസ്റ്റ് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചാർജ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴോ മറ്റുള്ള എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യും. ആ ഒരെണ്ണം ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കാറിലും ഒരെണ്ണം വെക്കും. അത് ആവശ്യം കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ എടുത്ത് വെക്കും. അങ്ങനെ 2 ബോട്ടിൽസ് ഇമാജിനേഷന്റെ ഡെയിലി ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഫ്രാഗ്രൻസ് എനിക്ക് അത്ര അധികം എനിക്ക് എന്താ പറയാ അറിയുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്ത ദിവസം ഞാൻ ആ ഒരു ഫ്രാഗ്രൻസ് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ എന്താണ് ഇത്, എവിടെ നിന്നാണ് ഈ ഫ്രാഗ്രൻസ് എന്ന് നോക്കിയപ്പോൾ ഇതിന്റെ ഡ്രൈ ഡൗണിൽ വരുന്നത് ആ ഒരു ഫ്രാഗ്രൻസ് ആണ്. പക്ഷെ അത്രയും ഡെപ്ത് ഇല്ല അതില്. നമുക്ക് ആ ഒരു ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതില് ആ ഒരു എന്താ പറയാ, ഒരു സോപ്പി, ഒരു ഷാംപൂവിന്റെ ഒക്കെ ഒരു സ്മെല്ലും അതിന്റെ കൂടെ തന്നെ പിന്നെ ആ ഒരു പുൽത്തൈലത്തിന്റെ ഫ്രാഗ്രൻസും ഇങ്ങനെ എല്ലാം കൂടിയാണ് ഇമാജിനേഷൻ വരിക. ഇമാജിനേഷൻ നല്ല ഒരു വൈബാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കുറച്ചൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം കോസ്റ്റ്ലിയർ ആയിട്ടുള്ള ഹോട്ടലുകളിൽ നമ്മൾ കയറുമ്പോൾ, ഹോട്ടൽ റൂമുകളിൽ കയറുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ കിട്ടാറുണ്ട്, ഇങ്ങനത്തെ സ്മെൽ. അല്ലെങ്കിൽ അവിടുത്തെ ടോയ്ലറ്ററീസിനോ അല്ലെങ്കിൽ ചില ടിഷ്യൂ പേപ്പേഴ്സിനൊക്കെ കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഇമാജിനേഷൻ എന്ന് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഒരു ഏതാണ്ട് ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു റിസംബ്ലൻസ് എന്ന് പറയാൻ പറ്റിയ രീതിക്കുള്ള ഒരു വൈബ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ സ്നിഫ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് ഈ സാധനം മാറിയിട്ട് അങ്ങോട്ട് അതിൽക്കാണ് എത്തുന്നത് എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഓപ്പണിങ് വളരെ ഡിഫറെന്റ് ആണ്. ഓപ്പണിങ് ഇതൊരു ടിപ്പിക്കൽ ഒരു ഫ്രഷ്നെസ് ആണ്, ഒരു സാധാരണ ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ഫ്രഷ് പെർഫ്യൂം എന്ന് കിട്ടുന്ന ഒരു വൈബാണ് ഇതിന്റെ ഓപ്പണിങ് ഉള്ളത്. പക്ഷെ ആ മിഡിൽ നോട്ട്സിലേക്ക് വരുമ്പോൾ ഇത് LV ഇമാജിനേഷനിലേക്ക് മാറുന്നുണ്ട്. അവിടുന്ന് പക്ഷെ ആ ഒരു ഫ്രാഗ്രൻസ് കുറച്ച് സമയം നിൽക്കുന്നുമുണ്ട്. അത് ഞാൻ സാധാരണ എപ്പോഴും ബെല്ലാവിറ്റ മോശമായിട്ടാണ് പറയാറുള്ളത്. ആകെ നല്ലത് പറഞ്ഞിട്ടുള്ളത് ഹണിയൂത്ത് ആണ്. അപ്പോൾ ഹണിയൂത്തിന്റെ അത്രയും ഇത് നിൽക്കുന്നൊന്നും ഇല്ലെങ്കിലും ഇത് മോശമല്ലാത്ത രീതിയിൽ ഈ സാധനം നിൽക്കുന്നുണ്ട്. നമുക്കൊരു 3+ hours ഇത് എന്റെ ബോഡിയിൽ ഈ സാധനം നിൽക്കുന്നുണ്ട്. സാധാരണ ഞാൻ ബോഡിയിൽ പെർഫ്യൂം ഒന്നും അപ്ലൈ ചെയ്യാറൊന്നുമില്ല, എപ്പോഴും ഡ്രസ്സിലാണ് അപ്ലൈ ചെയ്യുക. അതെന്തുകൊണ്ടാ വെച്ചാല് അപ്ലൈ ചെയ്യുന്ന പെർഫ്യൂം ലാസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സിൽ അപ്ലൈ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ബോഡിയിൽ അപ്ലൈ ചെയ്താൽ
നമ്മളെ ബോഡി നാച്ചർ അനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഫ്രാഗ്രൻസ് നിന്നേക്കാൻ, ചിലപ്പോൾ നിൽക്കാതിരിക്കാം, അങ്ങനൊക്കെ ചാൻസസ് ഉണ്ട്. നമ്മൾ ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ ആ സാധനം അവിടുന്ന് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സാധനം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ പ്രൊജക്ഷൻ എന്നൊന്നും പറയാനില്ല. ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് നിന്നത് കൊണ്ടാണ് എനിക്കത് ആദ്യത്തെ ആ ഒരു 30 മിനിറ്റ്സിന്റെ ഒക്കെ ശേഷം അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. അതിന്റെ ശേഷം പിന്നീട് ഒരു 3+ hours ഈ സാധനം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു പ്രൊജക്ഷൻ പറയുകയാണെങ്കിൽ ഒരു 1 hourന്റെ റേഞ്ചിലുള്ള ഒരു പ്രൊജക്ഷനും ഒരു 3 hours ലെവലിലുള്ള ഒരു ലോഞ്ചിവിറ്റി ഇത് നമ്മുടെ ബോഡിയിൽ കിട്ടുന്നുണ്ട്. അത് ബെല്ലാവിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഇത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ എത്രത്തോളം നിൽക്കുന്നുണ്ട് വെച്ചാൽ പ്രൊജക്ഷനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് ലോഞ്ചിവിറ്റി നമുക്കൊരു 4+ hours കിട്ടുന്നുണ്ട്. അവിടെയും LV ഇമാജിനേഷൻക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഒരു 30 minutes ഒക്കെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ സ്നിഫ് ചെയ്താൽ ഇമാജിനേഷന്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുണ്ട്. അതാണ് ഈ പെർഫ്യൂമിനുള്ള ആകെയുള്ള ഒരു ഹൈലൈറ്റ്. ആ ഒരു വൈബ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒന്നുമല്ല. ഒരു 40-50% വരെ ഇമാജിനേഷൻ നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതാണ് ഇത് ആൽഫ ഫോർ മെൻ എന്ന ഈ പെർഫ്യൂം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇമാജിനേഷന്റെ ഫ്രാഗ്രൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഇത് പുൽത്തൈലം എന്നൊക്കെ പറയും ചിലര്. അപ്പോൾ ആ ഒരു വൈബ് നിങ്ങൾ മൈൻഡിൽ കണ്ടുകൊണ്ട് വേണം വാങ്ങിക്കാൻ. പക്ഷെ ഇവിടെ ആ ഒരു പുൽത്തൈലൊന്നും ഇവിടെ ഇല്ല. ആ ഓപ്പണിങ്ങിലുള്ള പുൽത്തൈലൊക്കെ ഡ്രൈ ആയിട്ട് ഇമാജിനേഷന്റെ ഡ്രൈ ഡൗണിൽ കിട്ടുന്ന ഫ്രാഗ്രൻസ് എന്താണോ അതിന്റെ ഒരു ചെറിയ രൂപമാണ് ഇവിടെ ഉള്ളത്. സോ ഇതിന്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഇവർ കൊടുത്തിട്ടുള്ള നോട്ട്സ് ഇതിൽ ഫ്രഷ്നെസ്സും, മിഡിൽ നോട്ട്സിൽ ഫ്ലോറൽ ഫ്രാഗ്രൻസും, പിന്നെ ബേസ് നോട്ടിൽ വുഡി നോട്ട്സും ആണ്. ആക്ച്വലി നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഫ്രഷ്നെസ്സും പിന്നെ ആ ഫ്ലോറൽ എന്നുള്ളത് ഒരു വൈറ്റ് ഫ്ലോറൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഷാംപൂ ഒക്കെ കൈൻഡ് ഓഫ് വൈറ്റ് ഫ്ലോറൽ നോട്ട്സ് വരുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ഗ്രീൻ ഹിന്റും വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ഡ്രൈ ഡൗൺക്ക് പോകുമ്പോൾ നമുക്ക് ഒരു അരോമാറ്റിക് പ്ലസ് വുഡി ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഫ്രാഗ്രൻസ് പോകുന്നത്. പെർഫോമൻസ് തിരക്കടില്ലാത്ത പെർഫോമൻസ് ആണ്. ഇമാജിനേഷൻ ഒരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പെർഫ്യൂമാണ്. പക്ഷെ ഇവിടെ ഇവർ ക്ലിയർലി ഇത് ബെല്ലാവിറ്റ ആൽഫ ഫോർ ഹിം എന്ന് എഴുതിയിട്ടുണ്ട്. അഥവാ പോഹോം എന്ന് ഫ്രഞ്ചിൽ എഴുതുന്ന ആ ഒരു സംഭവം തന്നെ ഇവിടെ ഫോർ ഹിം എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവരിത് ഒരു മാൻലി പെർഫ്യൂം ആയിട്ടാണ് ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ചെറിയ പ്രൈസിന് ഇത് ഓക്കെയാണ്, പെർഫോമൻസും ഓക്കെയാണ്. ഫ്രം മൈ എക്സ്പീരിയൻസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ടാവും. കാരണം ഞാൻ എപ്പോൾ ബെല്ലാവിറ്റെ വീഡിയോ ചെയ്താലും അതിന്റെ താഴെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കമന്റുകൾ ഞാൻ കാണാറുണ്ട്. ആ കമന്റുകളൊക്കെ ഞാൻ റിമൂവ് ചെയ്യാറാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. ഇത് ഈ കമ്പനീനെ പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. കാരണം ഇതിനേക്കാളും നല്ല വൈബില് നമ്മുടെ തന്നെ ബ്രാൻഡിൽ നമ്മൾ ഇമാജിനേഷൻ എന്താ പറയുക, ഇമാജിനേഷനെ ഇൻസ്പയർഡ് വെച്ച് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഞാൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇത് നിങ്ങൾക്ക് ചെറിയ പ്രൈസിന് ഒരു പെർഫ്യൂം നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ എന്ത് വാങ്ങിയാലും ഈവൺ 50 രൂപയുടെ കോബ്ര വാങ്ങിയാലും അത് 2 ദിവസം നിൽക്കണം എന്ന് കരുതുന്ന മെന്റാലിറ്റി ഉള്ള ആളുകൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തോളൂ. നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകണ്ട. അതല്ലാതെ വൈബ് മാത്രം നോക്കുന്നവർ ഇത് ട്രൈ ചെയ്താൽ മതി. So anyways, that's all about this video. Thanks for watching.